കലണ്ടർ മനോരമ തന്നെ. ഇതെനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ അച്ഛനോട് പറഞ്ഞ് പുതിയ ഒരെണ്ണം വാങ്ങിക്കോ. ഇങ്ങനത്തെ ടാഗ് ലൈൻസ് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് വണ്ടർഫുൾ അഡ്വർടൈസിങ്. ഇതുപോലെയുള്ള ടാഗ് ലൈൻസ് കൂടിയും ബ്രാൻഡ് അഡ്വർടൈസ്മെൻറ്റിൽ കൂടിയും നമ്മളുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഏജൻസി ശ്രവ്യ ആഡ്സ്. ശ്രവ്യ ആഡ്സിൻ്റെ സാരഥിയായ പാർത്ഥനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം പാർത്ഥൻ. താങ്ക് യു. സോ പാർത്ഥൻ, ശ്രവ്യ ഫൗണ്ട് ചെയ്തത് ഇസ് യുവർ ഫാദർ ഡോക്ടർ JB മോഹൻ. അപ്പോൾ എന്താണ് ശ്രവ്യ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്, വാട്ട് വാസ് ഇറ്റ് മെൻ ടു ബി ആൻഡ് ദ പ്ലേസ് ദാറ്റ് ഇറ്റ്സ് റൈറ്റ് നൗ? സോ വാട്ട്സ് ദ സ്റ്റോറി? ടെൽ us about it. ഓക്കെ. സോ യെസ്, ശ്രവ്യയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, മൈ ഫാദർ യൂസ് ടു ബി എ ടീച്ചർ ആൻഡ് ഓൾസോ എ റിസർച്ചർ. അച്ഛൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അധ്യാപകനായിരുന്നു. ആൻഡ് ഹി വാസ് പേഴ്സ്യൂയിങ് ഹിസ് PhD ഇൻ മലയാളം ലിറ്ററേച്ചർ. ദിസ് ഐ എം ടോക്കിംഗ് ലേറ്റ് 70s. അപ്പോൾ അച്ഛൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മലയാളത്തിൽ, അഥവാ പ്രോഗ്രസീവ് ലിറ്റററി മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് പറയുന്ന കുറച്ച് അത്യാവശ്യം വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അച്ഛൻ്റെ തീസിസ് മാത്രം ഏകദേശം 700 പേജ് ഉണ്ടായിരുന്നു. സോ ഡ്യൂറിങ് ദാറ്റ് ആ ഒരു റിസർച്ചിൻ്റെ ടൈമിൽ ദർ വാസ് വൺ ഏരിയ, ഈ പ്രോഗ്രസീവ് ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കേരളത്തിൽ 40കളിൽ വന്ന ഒരു റേഡിയോ വിപ്ലവം, അതായത് റേഡിയോ നാടകങ്ങളിലൂടെ ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ അവബോധിക്കാനും അതുപോലെ തന്നെ റേഡിയോ ലിസണർഷിപ്പിലൂടെ ഉണ്ടായ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടായ ഒരു ചേഞ്ചിനെ പറ്റിയിട്ടായിരുന്നു ഒരു വലിയ ഭാഗം. സോ ടു ലേൺ ഫർദർ അബൌട്ട് ദീസ് ഹീ ഹാഡ് ടു ഗോ ടു എ പ്ലേസ് വെയർ യു ക്യാൻ ലേൺ അബൌട്ട് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. ആൻഡ് അന്ന് നമുക്ക് FM ചാനൽസ് ഒന്നുമില്ല. അന്ന് ദർ വാസ് ഓൺലി വൺ മീഡിയ, ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി. അങ്ങനെ ആകാശവാണിയിൽ ഒരു ഇൻറ്റേൺഷിപ്പിന് അച്ഛൻ അപ്ലൈ ചെയ്യുന്നത് 79ലാണ്. ആൻഡ് ദെൻ ലക്കലി ഹീ ഗോട്ട് ഇൻ. അച്ഛൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയെങ്കിലും റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിക്കൽ മീഡിയ, ഐ മീൻ അന്നത്തെ ന്യൂ ഏജ് മീഡിയയാണ്. അന്ന് പത്രവും പിന്നെ നമുക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഡിയോ ടെക്നോളജി നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് കാണുക, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് പഠിക്കുക, റേഡിയോ അനൗൺസിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമായിരുന്നു. സോ വെൻ ഹീ ഗോട്ട് ദിസ് എക്സ്പോഷർ ഹീ ലേൺഡ് മോർ. ഈ പോയ പർപ്പസിനെക്കാളും ബിയോണ്ട് ആയിട്ട് പുള്ളി ഹീ ഗോട്ട് എനാമോർഡ് ഇൻ ടു ദിസ് വണ്ടർഫുൾ ന്യൂ മീഡിയ. ആൻഡ് 6 months ആയിരുന്നു അച്ഛൻ്റെ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്തേക്ക് ഹീ ഡിഡ്ന്റ് വോണ്ട് ടു ലീവ്, പക്ഷേ നമുക്ക് പോയേ പറ്റും. ആ സമയത്ത് അച്ഛൻ്റെ അവിടുത്തെ മെൻറ്റേഴ്സായ ഇൻക്ലൂഡിങ് നമ്മുടെ പിൽക്കാലത്തെ സക്സസ്ഫുൾ ഫിലിം മേക്കറുടെ മാറിയ പത്മരാജൻ സാർ അടക്കം അന്ന് ആകാശവാണിയിലെ അനൗൺസറായിരുന്നു, പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. സോ അവരുടെയൊക്കെ ഒരു മെൻറ്റർഷിപ്പിലാണ് ദെയർ അഡ്വൈസ് വാസ് ടു സ്റ്റാർട്ട് എ റേഡിയോ അഡ്വർടൈസിങ് ഏജൻസി. ബിക്കോസ് റേഡിയോ അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നത് അന്ന് കേരളത്തിൽ ഒരൊറ്റൊരു ഏജൻസി അന്ന് ആകാശവാണിയിലുള്ളൂ. 78 രജിസ്റ്റർ ചെയ്ത ഏജൻസിയാണ്. പക്ഷേ അവർ വലിയ ആക്റ്റീവ് ആയിരുന്നില്ല. ദേ ഹാഡ് മോർ ഇൻട്രസ്റ്റ് ഇൻ അതർ മീഡിയ. സോ ദർ വാസ് എ ഗ്യാപ്പ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി ഗ്യാപ്പ് ഒന്നുണ്ടായിരുന്നു. സോ വൈ ഡോണ്ട് യു ഡൂ ദിസ്, ബിക്കോസ് എനിവേ യു നോ ദ ടെക്നോളജി, യു നോ ദ ബ്രോഡ്കാസ്റ്റിംഗ് മോഡുലേഷൻ ആൻഡ് ഹീ കുഡ് റൈറ്റ് ഓൾസോ വെരി വെൽ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഇൻസൈറ്റിൽ നിന്നാണ് നമ്മൾ ശ്രവ്യ അപ്പം എഗെയിൻ റേഡിയോ ഒറിജിൻ ആയതുകൊണ്ടാണ് ശ്രവ്യ എന്നുള്ളൊരു പേര്, കേൾക്കാൻ സുഖമുള്ളത് അഥവാ കേൾക്കാൻ ഇമ്പമുള്ളത് എന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും അർത്ഥം വരുന്നൊരു പേരിടാനും ശ്രവ്യ എന്നുള്ള പേരിൽ തുടങ്ങാനും റീസൺ ഇതാണ്. 1980 ഓഗസ്റ്റിലാണ് ശ്രവ്യ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ ജേർണി തുടങ്ങുന്നത്. ഏകദേശം ഒരു 46 വർഷം മുമ്പ് ഇങ്ങനെയാണ്. സോ യു സെറ്റ് നല്ല മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഫാദറിന്, അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ക്ലയൻറ്റ്? ഓക്കെ. അന്ന് എഗെയിൻ ഈ പറഞ്ഞ പോലെ മെൻറ്റർഷിപ്പ് കിട്ടി, നമ്മൾ ഫസ്റ്റ് ഐ മീൻ ഏജൻസി ഫോമായി. ബട്ട് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇനി ആര്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ, ഹൂ ഇസ് അവർ ഫസ്റ്റ് ക്ലയൻറ്റ്. സോ അന്നത്തെ പുള്ളിയുടെ ഒരു ഹണ്ടിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കമ്പോളമാണ്, ചാല മാർക്കറ്റ്. അവന്ന് ട്രിവാൻഡ്രത്തെ മിക്ക വലിയ കടകളും ചാലക്കകത്താണ്. ചാലക്കകത്ത് ഇപ്പോഴും പല കടകളും ഇപ്പോഴും ഉണ്ട്. അപ്പം പുള്ളി പറയുമായിരുന്നു, അതായത് ചാലയുടെ ഒരു സൈഡ്, അതായത് നമ്മുടെ പത്മനാഭ തിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പവർ ഹൗസ് വഴി, അല്ലെങ്കിൽ തിരിച്ചപ്പുറത്ത് ആര്യശാലയിൽ നിന്ന് കയറി ഇങ്ങോട്ട് മെയിൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പം വലിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ കടകളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ അന്നൊക്കെ ഈ മുതലാളിമാർ അല്ലെങ്കിൽ ഓണേഴ്സ് കൗണ്ടറിൽ തന്നെ ഉണ്ടാവും, പ്രായമുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമസ്കാരം എന്ന് പറഞ്ഞ് ചെന്ന് കയറി ഹിറ്റ് ചെയ്ത് സംസാരിക്കുക. ഡയറക്റ്റ് സെയിൽസ് പിച്ച് ആയിരുന്നു പുള്ളി ചെയ്തിരുന്നത്. ആൻഡ് ഹി വാസ് അറൗണ്ട് 24 ദാറ്റ് ടൈം. സോ ഈ പറഞ്ഞ പോലെ നത്തിങ് ടു ലൂസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റും കൂടെ ആയിരുന്നു. സിമിലർ ആയിരുന്നു റിസപ്ഷന്. 10 കടയിൽ കയറി കഴിഞ്ഞാൽ 8 പേരും മൈൻഡ് ചെയ്യില്ല, 2 പേര് അറ്റൻഡ് ചെയ്യും, ഒരാൾ ചായ മേടിച്ച് കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു കൺവേർഷൻ സ്കെയിൽ. ഈ ചായ മേടിച്ച് കൊടുക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ റേഡിയോയെ പറ്റി സംസാരിക്കുക, റേഡിയോ അഡ്വർടൈസിങ്ങിനെ പറ്റി സംസാരിക്കുക. കാരണം ഇന്ന് നമ്മൾ പറ്റി പറയുന്ന പോലെയാണ് അന്ന് റേഡിയോ. ആൾക്കാർക്ക് അറിയില്ല, അവയർനെസ് ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും നമ്മൾ കേൾപ്പിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുമായിരുന്നു. സോ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ മേടിച്ചു. എന്നിട്ട് ഈ റേഡിയോ ആഡ്സ് പ്ലേ ചെയ്ത് കേൾപ്പിക്കുമായിരുന്നു, കാസറ്റിൽ കൊണ്ടുപോയി കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയത്. ആദ്യത്തെ ക്ലയൻറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ പി മാധവൻ തമ്പി ആൻഡ് സൺസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ഒരു വെസൽ മെർച്ചൻ്റാണ്. ഇപ്പോഴും ആക്ച്വലി അവരുടെ ഡിസെൻഡൻസ് ഇപ്പോഴും ഉണ്ട്. ആൻഡ് ദേ ആർ ബൈഫിക്കേറ്റഡ് ഇൻടു മൾട്ടിപ്പിൾ. ഈയിടെ ഞാൻ ഐ റാൻ ഇൻ ടു ദി ഗ്രാൻഡ് സൺ ഓഫ് മിസ്റ്റർ മാധവൻ തമ്പി ആൻഡ് ഐ കുഡ് ടെൽ ഹിം ദാറ്റ് നോ സർ യു ആർ മൈ ഫസ്റ്റ് ക്ലയൻറ്റ് ആൻഡ് ഹി വാസ് ഓൾസോ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ അങ്ങനെ ഒരു ഐ തിങ്ക് എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ മാധവൻ തമ്പി ആൻഡ് സൺസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടൊരു റേഡിയോ പരസ്യം ചെയ്തത്. എഗെയിൻ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നൊക്കെ റേഡിയോ പരസ്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ സ്ട്രെയിറ്റ് അനൗൺസ്മെൻ്റാണ്. നല്ല ഇനം പാത്രങ്ങൾക്ക് മാധവൻ തമ്പി ആൻഡ് സൺസ് ചാല തിരുവനന്തപുരം എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബ്ലാങ്ക് അനൗൺസ്മെൻ്റാണ്. അതിൻ്റെ അകത്തൊരു പ്രത്യേകിച്ചൊരു എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് മാറ്ററിങ് പറയുക, എന്താണോ ചെയ്യുന്നത് അതിങ്ങനെ പറയുക എന്നുള്ളതാണ്. ഇവിടെ അച്ഛൻ കൊണ്ടുവന്നൊരു ഇന്നോവേഷൻ ആയിരുന്നു കോൺവെർസേഷണൽ കൈൻഡ് ഓഫ് ആഡ്സ്. അതായത് ഇപ്പം നല്ല സാരി ഇതെവിടുന്നാ, ഇത് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് എന്ന് പറയുന്നത് ഇപ്പം വളരെ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷനാണ്. പക്ഷേ അന്നത് കോൺവെർസേഷണൽ ആഡ്സ് വാസ് ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള സംസാരത്തിനെ നമ്മൾ മിമിക് ചെയ്യുകയാണ്. സോ ആ തരത്തിലുള്ള ആഡ്സ് തുടങ്ങുന്ന സമയത്തെ വൺ ഓഫ് ദ പയനിയേഴ്സ് ആയിരുന്നു ഫാദർ. So which was an advantage for us to get more clients. So I think since you asked about the first client, I think that this is the first client story. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റും ആണല്ലേ. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു അനൗൺസ്മെൻറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കോൺവെർസേഷൻ വെച്ച് ആളുകളുടെ ഇൻട്രസ്റ്റ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്ട്രാറ്റജി ഡെഫിനറ്റ്ലി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർത്ഥൻ, ഐ നോ യു ഗ്രാജുവേറ്റഡ് ആസ് എ ഫിലിം മേക്കർ. അപ്പോൾ അതിനുശേഷമാണ് ശ്രവ്യയിൽ ജോയിൻ ചെയ്യുന്നത്. സോ വൈ ഡിഡ് യു ഡിസൈഡ് ടു ക്വിറ്റ് ഫിലിം മേക്കിംഗ് ഓൾ ടുഗെദർ ആൻഡ് കം ഇൻ ടു ദിസ് ഇൻഡസ്ട്രി? ഓക്കെ, സോ എഗെയിൻ എൻ്റെ ഫസ്റ്റ് ട്രസ്റ്റ് വിത്ത് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് വെൻ ഐ വാസ് 9 years old. ഈ പറയുന്ന പോലെ അച്ഛൻ ആഡ് ഫിലിം മേക്കർ കൂടെ ആയിരുന്നു. ഹി വാസ് ഓൾസോ ദി ഏജൻസി ഓണർ ആസ് വെൽ ആസ് എൻ ആഡ് ഫിലിം സെൽഫ് ടോട്ട് ആഡ് ഫിലിം മേക്കർ ആയിരുന്നു. സോ ഫോർ വൺ ഓഫ് ഹിസ് ആഡ്സ്, ഐ മീൻ മോസ്റ്റ് ഓഫ് ഹിസ് ആഡ്സ് ഷൂട്ട്സ് നടക്കുമ്പോൾ ഐ ട്രൈ ടു ഗോ. പക്ഷേ സ്കൂളുള്ള ദിവസമാണെങ്കിൽ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. ദിസ് ഡേ ഇൻ 95 ഐ ക്ലിയർലി റിമെമ്പർ വാസ് എ സൺഡേ ആൻഡ് ഇറ്റ് വാസ് ദി ഷൂട്ട് ഓഫ് മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കർ. അതിൻ്റെ ആഡ് ഫിലിം ഷൂട്ടായിരുന്നു. സോ തിലകൻ വാസ് ദ മെയിൻ ക്യാരക്ടർ. അപ്പോൾ തിലകൻ സിനിമാ നടൻ വരുന്നു, അത് കാണാൻ കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. സോ ഐ ടാഗ്ഡ് അലോങ് മൈ ഫാദർ. ഷൂട്ടിന് പോയി, ഷൂട്ട് കണ്ടു. സോ തിലകൻ സാറുണ്ട്, ബിന്ദു പണിക്കർ മാം ഉണ്ട്. ബിന്ദു പണിക്കരായിരുന്നു അമ്മയുടെ വേഷം ചെയ്തത്. ആൻഡ് 2 കുട്ടികൾ, ഒരു ബോയും ഗേളും. ദ ബോയ് വാസ് മൈ ഏജ്, എൻ്റെ സെയിം ഏജിലുള്ളൊരു കുട്ടിയായിരുന്നു ചെയ്യാനിരുന്നത്. ആൻഡ് ഹി വാസ് എ ചൈൽഡ് ആക്ടർ ഐ ബിലീവ്. പക്ഷേ ഫോർ സം റീസൺ ഈ തിലകൻ സാറിൻ്റെ ഓറയും പുള്ളിയുടെ ഒരു ഭയങ്കര നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ആ കുട്ടി കുറച്ചൊരു പേടിച്ചു പോയി. ഷി വാസ് ഗെറ്റിംഗ് ഇറ്റ് റോങ്. ലൈൻസൊക്കെ തെറ്റിക്കുന്നു. 4-5 ടേക്ക് ആയപ്പോഴേക്കും തിലകൻ സാറിൻ്റെ മൂടൊക്കെ മാറി. എന്താ ഇതെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് ദേഷ്യപ്പെട്ടു. അതപ്പോൾ ഈ കുട്ടി കുറച്ചുകൂടെ അങ്ങ് കരഞ്ഞു. അങ്ങനെ ഫൈനലി ഷൂട്ട് മുന്നോട്ട് പോകുന്ന ഡൗട്ടായി, അല്പം ഒരു പാനിക് സ്റ്റേജായി. അങ്ങനെ ഈ കുട്ടിയെ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് അവനും പാനിക്കായി. അപ്പോൾ അവനെ പെട്ടെന്ന് കൺസോൾ ചെയ്ത് അവൻ്റെ പാരൻസിൻ്റെ കൂടെ പറഞ്ഞയച്ചു. അപ്പോൾ ഷൂട്ട് മുടങ്ങി. അപ്പം തിലകൻ സാറും അജിറ്റേറ്റ്. പുള്ളിക്ക് വൈകിട്ട് 7 മണിക്കത്തെ ഫ്ലൈറ്റിൽ ചെന്നൈ പോകണം, അവിടെ വർക്കുണ്ട്, പുള്ളി തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഞാനവിടെ ഈ പറഞ്ഞ ചൂണും ചാരി നിൽക്കുന്നതാണ്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവനെ പിടിച്ച് അഭിനയിപ്പിക്കാമെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് ആ വേഷം ചെയ്യിക്കുന്നു. സോ ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ അഡ്വർടൈസിങ്. ഐ ഡെബ്യൂഡ് ആസ് എൻ ആക്ടർ ഇൻ ദ മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കർ ആറ്റ് മൈ 30 seconds ഓഫ് ഫെയിം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഹാപ്പൻഡ്, ലൈഫ് ഹാപ്പൻഡ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഏജൻസി പോകും, അല്ലെങ്കിൽ അച്ഛൻ്റെ വർക്കുമായിട്ട് ഫെമിലറൈസ്ഡ് ആണെന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല. പിന്നെ സ്കൂൾ കഴിഞ്ഞ സമയത്താണ്, കോളേജ് ടൈമിലാണ് ഞാൻ കൂടുതൽ ഓഫീസിൽ പോയി തുടങ്ങുന്നത്. ഓഫീസിൽ ഒരു ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുക്കുകയും ഞാൻ രാവിലെ കൂടുതലും കോളേജിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉച്ച കഴിയുമ്പം ഈ പീരിയഡ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവുന്ന സമയത്തേക്കും ഐ യൂസ് ടു കം ടു ഓഫീസ്. അങ്ങനെ 3 വർഷം ഹാൻഡ്സ് ഓൺ ആയിട്ട് ഞാൻ ശ്രവ്യയിലുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡേ ഞാൻ ഓഫീസിൽ തന്നെ സ്പെൻഡ് ചെയ്തു. സോ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് പോകാൻ പറ്റിയ, ഐ മീൻ ഫിനാൻസ് മുതൽ ക്ലയൻറ്റ് സർവീസിങ് മുതൽ മീഡിയ മുതൽ അഡ്വർടൈസിങ് ആൻഡ് പ്രൊഡക്ഷൻ, എല്ലാ സൈഡിലും നമ്മൾ എക്സ്പോഷർ കിട്ടി. പിന്നെയാണ് ഇതിനിടയ്ക്ക് എപ്പോഴോ ഫിലിം മേക്കിംഗ് എന്നൊരു ഒരു ബഗ് എവിടെ നിന്നോ ഒരു ബൈറ്റ് കിട്ടി. ഐ വോണ്ട് ടു ലേൺ ഫിലിം മേക്കിംഗ് ഫോർമലി. അപ്പം കോളേജിലൊരു ഫിലിം ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഐ വാസ് വെരി ആക്റ്റീവ് ഇൻ ദാറ്റ്. അപ്പോൾ ആ ക്ലബിൻ്റെ ഇതിൽ നമ്മളെല്ലാ ഫ്രൈഡേയ്സും മൂവി സ്ക്രീനിങ്സ് ഒക്കെ വെക്കുമായിരുന്നു. അതും കഴിവതും നമ്മൾ സാധാരണ തിയേറ്ററിൽ കാണാത്ത ക്ലാസിക് മൂവീസും അങ്ങനത്തെ കുറച്ച് നല്ല മൂവീസാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ഐ ഹാഡ് എ ടീച്ചർ ഹു വാസ് ടേക്കിംഗ് വെരി മച്ച് ഇൻട്രസ്റ്റ് ഇൻ മേക്കിംഗ് എസ് വാച്ച് ഗുഡ് സിനിമ. അപ്പോൾ സാറാണ് ജെയിംസ് ജോസഫ് എന്ന സാറിന് പേര്. സാറാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ നമ്മളെ കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ ആണ് ഈ ഫിലിം മേക്കിംഗ് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആവുന്നത്. ദെൻ ആഫ്റ്റർ ഡിഗ്രി കഴിയാറായപ്പോഴേക്കും ഐ വോണ്ട് ടു ലേൺ ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ വീട്ടിൽ പറഞ്ഞു. മൈ ഫാദർ വാസ് അഗൈൻ വെരി സപ്പോർട്ടീവ്.
അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലുള്ള എൽ വി പ്രസാദ് ഫിലിം അക്കാഡമിയെ പറ്റി അറിയുന്നതും. ആൻഡ് ഈ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് ഓൺലി ഫിലിം സ്കൂൾ ഇൻ ഇന്ത്യ വിച്ച് ഇസ് ഇൻസൈഡ് ആൻ ആക്റ്റീവ് ഫിലിം സ്റ്റുഡിയോ. കാരണം സിനിമകൾ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ് പ്രസാദ് സ്റ്റുഡിയോസ്. പ്രസാദ് സ്റ്റുഡിയോസിനകത്ത് തന്നെയാണ് പ്രസാദ് അക്കാഡമി. സോ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആണ്, അക്കാഡമിക് ലേണിംഗ് മാത്രമല്ല, ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്. സോ ബട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ബട്ട് ദെൻ ലക്കിലി ഐ മെയ്ഡ് ഇറ്റ്. ആൻഡ് ദെൻ 2 years ഇൻ ചെന്നൈ, 2 years ഹാൻഡ്സ് ഓൺ ഫിലിം മേക്കിംഗ് ആയിരുന്നു. ഐ ഗ്രാജുവേറ്റ് ഇൻ 2009 ഓഗസ്റ്റ് ആൻഡ് ഐ കം ബാക്ക്. തിരിച്ച് വന്നിട്ടും മെയിൻ സ്ട്രീം സിനിമ വാസ് കോളിംഗ്. ഐ അസിസ്റ്റഡ് വിത്ത് ഫേമസ് ഫിലിം മേക്കർ. ഒരു പടം ഞാൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒന്ന് എൻ്റെ ഫാദറിനൊരു ഇൽനെസ് വന്നു. ഹി ഹാഡ് ടു റിട്ടയർ പ്രിമച്വർലി ഫ്രം ദി ഓഫീസ്. സോ ഐ ഹാഡ് ടു കം ബാക്ക് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹിം ആസ് എ സൺ. ആൻഡ് സെക്കൻഡ്ലി ഈ പറഞ്ഞ പോലെ ഓഫീസിലും ഒരു കീ മാൻ റിസ്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ എൽഡർ ബ്രദർ വാസ് എബ്രോഡ് ആ ടൈമിൽ. സോ നമ്മുടെ ടീം ബിക്കോസ് മൈ ഫാദർ ഹാഡ് ടു ടേക്ക് എ ബാക്ക് സീറ്റ്, സമ്മൺ ഹാഡ് ടു ഫിൽ ഇൻ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കമ്പനിയിൽ ഇൻവോൾവ് ആവുന്നത്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ശ്രവ്യ ബിക്കെയിം മൈ മെയിൻ സ്റ്റേ ഓർ മൈ മെയിൻ തിങ്. ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ സംതിങ് ഹാഡ് ടു ടേക്ക് എ ബാക്ക് സീറ്റ്. സോ ഫിലിം മേക്കിംഗ് പയ്യെ പുറകോട്ട് പോയി. ബട്ട് ദെൻ ഫിലിം മേക്കിംഗ് സ്കിൽസ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ, ദി അഡ്വർടൈസിങ് പാർട്ട്, ദി ആഡ് ഫിലിംസ്, സംതിങ് മൈ ഫാദർ വാസ് ഓൾറെഡി ഡൂയിങ്. ബട്ട് അതിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബെറ്റർ ക്രാഫ്റ്റ് ഓഫ് മേക്കിംഗ് കൊണ്ടുവരാനായിട്ടും, എൻ്റെ കൂടെ പഠിച്ച ടെക്നീഷ്യൻസിനെ കൂടുതൽ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും, ഞാൻ പഠിച്ച സ്കിൽ സെറ്റ് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു പിന്നീട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫിലിം മേക്കിംഗ് പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ടോയെന്ന് ഇല്ല. ബിക്കോസ് അന്ന് പഠിച്ച പല കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കുകളോ അല്ലെങ്കിൽ ലേണിങ്സോ ഇന്നും ഞാൻ ഡേ ടു ഡേ ഇപ്പോൾ ഞാനൊരു പ്രൊഡക്ഷൻ ടീമിനെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ ഈ പറയുന്ന പോലെ ആ ഒരു മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ ഫിലിം മേക്കിങ്ങിലോട്ട് പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നോ. But then it's still fine. I'm doing something that I thoroughly enjoy. സോ ഗെറ്റിംഗ് ഇൻ ടു ദിസ് ലെഗസി ബിസിനസ് അല്ലേ, അച്ഛനായിട്ട് തുടങ്ങി വെച്ചൊരു സംഭവമാണ്. അതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്ത ആളുകൾ പലരും ഇപ്പോഴും ശ്രവ്യയുടെ ഭാഗമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് പാർത്ഥൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്, ലൈക്ക് ഗെറ്റിംഗ് ഇൻ ടു ഹിസ് ഷൂസ് ബേസിക്കലി? സോ ഹൗ ഡിഡ് ഇറ്റ് ഫീൽ? അല്ല, ഈ പറയുന്ന പോലെ ഐ ടുക്ക് ഓവർ ദ കമ്പനി അറ്റ് ഇറ്റ്സ് വേർസ്റ്റ് പോസിബിൾ ടൈം. അത് പിന്നീട് എനിക്കിത് മനസ്സിലായത്. ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ ഫാദറിൻ്റെ ഇല്ലസ് സമയത്ത് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ പുള്ളിയുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ഹി കുഡ് നോട്ട് ലൈക്ക് കം ബാക്ക് ഫുള്ളി എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അഡ്മിൻ ടേക്കപ്പ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നടത്തിയേ പറ്റൂ, വേറെ ഓപ്ഷനില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ആ ഒരു ഫസ്റ്റ് 1 year എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ഒരു കമ്പനിയിൽ റോങ് ആയിട്ട് സംഭവിക്കാമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാമോ, അതെല്ലാം കൂടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന ഇതായിരുന്നു. വി ഹാഡ് ഈ കീമാൻ റിസ്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മെയിൻ പേഴ്സൺ സ്മോൾ ബിസിനസ്സിന് വരുന്ന എല്ലാ പ്രശ്നവും മെയിൻ പേഴ്സൺ മാറുമ്പോഴേക്കും ക്ലയൻറ്റ്സ് ഡസൻറ്റ് ട്രസ്റ്റ് us anymore or they have a sense of mistrust. It's okay. I mean, അന്ന് എനിക്കത് ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ് ബാഡ്. ബട്ട് ടുഡേ I can see from their side also because the brands trusts us with their brand, with their communication. So it's a very important role. അപ്പോൾ അതിലൊരു സംശയം വരുന്നത് കൊണ്ടായിരിക്കും നാച്ചുറലി നമുക്ക് കുറേ ബിസിനസ് പോയി ആൻഡ് കുറേ ക്ലയൻസ് മൂവ് ഔട്ട് ചെയ്തു ടു അതർ ഏജൻസീസ്. സോ ദാറ്റ് വാസ് എ മേജർ പ്രോബ്ലം. ദെൻ അനദർ വൺ വാസ് ദി എംപ്ലോയി അട്രേഷൻ. നല്ലൊരു ശതമാനം ടീം ഈ പറഞ്ഞ പോലെ മറ്റ് കോമ്പറ്റീറ്റർ ഏജൻസീസിലോട്ടോ ക്ലയൻറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ വേറെ ജോബ്സിലോട്ടോ ഒക്കെ പോകാൻ തുടങ്ങി. പലപ്പോഴും വിത്തൗട്ട് നോട്ടീസ്. ആ വ്യക്തി അവിടെ നോ ലോങ്ങർ ഇല്ല എന്നുള്ളത് രാവിലെ ഓഫീസിൽ വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പം അതൊരു മേജർ ക്രൈസിസ് ആയിരുന്നു. ആൻഡ് തേർഡ്ലി ഈ പറയുന്ന പോലെ എല്ലാ സർവീസ് ബിസിനസ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റിസ്ക് ബാഡ് ഡെറ്റ്, ബാക്ക്ലോഗ്, പേയ്മെൻറ്റ്സ് വരുന്നില്ല. സോ എനിവേ വി ആർ ഇൻ ദ ക്രെഡിറ്റ് ബിസിനസ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊരു മേജർ ഇഷ്യൂ ആയി. ആൻഡ് ദെൻ വി ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ ദ ബാങ്ക്, ഓൺ അതർ സോഴ്സസ് ഓഫ് റവന്യൂ. അങ്ങനെ ഈ പറയുന്ന പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ ഇഷ്യൂസ് വന്നപ്പോഴേക്കും ഇറ്റ് ബിക്കേം എ ക്രൈസിസ്. ആൻഡ് ദെൻ ദി മെയിൻ തിങ് വാസ് ടു ഗെറ്റ് ദ ഷിപ്പ് ബാക്ക് ഇൻ വാട്ടേഴ്സ്, അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു അപ്ഹിൽ ടാസ്ക് ആയിരുന്നു. ആൻഡ് ദ മാർക്കറ്റ് ഇസ് ഓൾസോ ഡൈനാമിക്കലി ചേഞ്ചിങ്. ഈ പറയുന്ന പോലെ നമ്മൾ എന്താണോ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതുണ്ട്, പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് ന്യൂ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നൊരു സാഹചര്യമായിരുന്നു. വി ഹാവ് ടു ഫൈൻഡ് ന്യൂ മാർക്കറ്റ്സ്. ആ സമയത്താണ് വേറൊരു വളരെ റെവല്യൂഷണറി ഒരു മാറ്റം ഇൻ മാർക്കറ്റിംഗ് വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഗൂഗിൾ അല്ലെങ്കിൽ മെറ്റ, അന്ന് മെറ്റ ഇല്ലെന്ന് ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഫേസ്ബുക്കിൽ ആഡ് ഓടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുക, ലീഡ് ജനറേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഗൂഗിളിലും നമുക്ക് ആഡ്സ് പോസ്റ്റ് ചെയ്യാം, പക്ഷേ വളരെ ബേസിക് സ്റ്റേജിൽ, വളരെ ഏർലി സ്റ്റേജിലാണ്. പക്ഷേ ഞങ്ങളുടെ ക്ലയൻസിന് തന്നെ റിക്വയർമെൻറ്റ്സ് വരാൻ തുടങ്ങി, അവർ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പം അറിയില്ല എന്ന് പറയുന്നത് ഒരു ഉത്തരവല്ല. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ. സോ ദെൻ ഐ ഹാഡ് ടു ഫിഗർ ഔട്ട് എ വേ ടു ലേൺ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്ന് ഓൺലൈൻ കോഴ്സസ് ഒന്നുമില്ല, ഇന്നത്തെ പോലെ അവൈലബിൾ അല്ല.
ഫിസിക്കലി പോയി പഠിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് പഠിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ പൂനെ സിംബയോസിസിലോ അല്ലെങ്കിൽ ISB ഹൈദരാബാദോ അങ്ങനത്തെ ബിസിനസ് സ്കൂൾസ് ആയിരുന്നു കൂടുതൽ ഇങ്ങനത്തെ കോഴ്സസ് ഓഫർ ചെയ്തിരുന്നത്, വിച്ച് കെയിം അറ്റ് എ പ്രീമിയം. ദി ഫീസ് വാസ് ക്വൈറ്റ് ഹെഫ്റ്റി ആൻഡ് ഫുൾ ക്യാമ്പസ് കോഴ്സസ് ആയിരുന്നു പലപ്പോഴും. നമ്മൾ അവിടെ പോയി നിന്ന് പഠിക്കാനുള്ള ഒരു രീതിയായിരുന്നു. ഇത് രണ്ടും എനിക്ക് ഫീസിബിൾ ആയിരുന്നില്ല. സോ ആ സമയത്താണ് ആക്സിഡൻ്റലി ബൈ ഷിയർ ലക്ക് ഓർ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയാം, ഐ ഹാപ്പൻ ടു റൺ ഇൻ ടു ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ ഫ്രം സ്കൂൾ ഹൂ വാസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്. അപ്പോൾ പുള്ളിയെ കണ്ട് സംസാരിച്ചിടത്തായിരുന്നു ഒരു വലിയൊരു ഗെയിം ചേഞ്ചർ. ആൻഡ് ഹീ വാസ് കൈൻഡ് ഇനഫ് ടു ഹെൽപ്പ് മീ. പുള്ളിക്ക് അറിയാവുന്നത് പുള്ളി പറഞ്ഞു തന്നു. അവിടെ നിന്നാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്സിലോട്ട് പഠിക്കുന്നത്. ബട്ട് അഗെയിൻ ഐ ആം ദ കോണ്ടൻറ്റ് പേഴ്സൺ. ഐ ആം ദി ഏജൻസി ഓണർ ഹൂസ് ഓൺ ദി ക്രിയേറ്റീവ് സൈഡ്. അപ്പോൾ എനിക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ന്യൂവൻസസോ കാര്യങ്ങളൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഐ റിയലൈസ് ദാറ്റ് മൈ സ്ട്രെങ്ത് ലൈസ് ഇൻ ഡിഫൈനിങ് ന്യൂ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയിലുള്ള കോണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ടെലിവിഷനിൽ പോകുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ പോകുന്ന കോണ്ടൻറ്റ് ചിലപ്പം നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ആവില്ല. അതിൻ്റെ സ്ട്രാറ്റജി വേറെയാണ്, ഓഡിയൻസിൻ്റെ നേച്ചർ വേറെയാണ്, ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് വേറെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കോണ്ടൻറ്റ് റീഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ചെയ്യുക എന്ന് പറയുന്ന റിക്വയർമെൻ്റ് അന്ന് വന്നു. അപ്പോൾ അതിലേക്കാണ് ശ്രദ്ധ കൂടുതലും ഫോക്കസ് ചെയ്തത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ടീമും അത്രയും അഡാപ്റ്റഡ് ആയിട്ടില്ലായിരുന്നു. സോ ഈ പറയുന്ന പോലെ അന്ന് ഇപ്പം വീഡിയോ കോണ്ടൻറ്റിൽ പോലും നമുക്ക് ലൈവ് ആക്ഷൻ മാത്രം നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അനിമേഷനിൽ ഒരുപാട് സാധ്യതകൾ വന്ന സമയമാണ്. ഇൻഫോഗ്രാഫിക് വീഡിയോസും വൈറ്റ് ബോർഡ് വീഡിയോസും എക്സ്പ്ലെയിനർ വീഡിയോസും ഒക്കെ ഒരുപാടായിട്ട് വന്നു തുടങ്ങിയ സമയമാണ്. ആൻഡ് അഗെയിൻ അത് ചെയ്യാനുള്ളൊരു സ്കിൽ സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മെയിൻ ഒരു ഡിസൈനർ ഹാഡ് ടു ഗോ ഔട്ട് ആൻഡ് ലേൺ എ കോഴ്സ്. പുള്ളി ഒരു ഫുൾ ടൈം കോഴ്സ് പഠിച്ച് തിരിച്ച് വന്നിട്ടാണ് നമ്മുടെ ടീമിനെ പഠിപ്പിക്കുന്നത്. സോ ഈ സ്കിൽ ട്രെയിനിങ് ഇസ് സംതിങ് ദാറ്റ് റിയലി ഹെൽപ്ഡ് us ആ സമയത്ത്. സോ വൺ പേഴ്സൺ ലേൺഡ് ആൻഡ് ദെൻ ഹീ ടോട്ട് ദ റെസ്റ്റ് ഓഫ് ദ ടീം ആൻഡ് ഐ വാസ് ഓൾസോ ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ന്യൂ തിങ്സ് ടു ലേൺ. സോ ആ ഒരു ലേണിങ്ങിൽ വെച്ചിട്ടാണ് ഒരു പുതിയ ഒരു കേർവിലോട്ട് നമ്മൾ കയറുന്നതും. പിന്നീട് ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന എൻ്റെ മെയിൻ സ്റ്റേ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കില്ലിൽ തന്നെ കൂടുതൽ അറ്റൻഷൻ ഫോക്കസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നിടത്തുമാണ് ആഡ് ഫിലിംസ് വീണ്ടും നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ വൺസ് വി ഗോട്ട് ദ നാക്ക്, വി വർ വൺ ഓഫ് ദി ഏർലി ഏജൻസീസ് ഇൻ ട്രിവാൻഡ്രം ഓർ ഇൻ സൗത്ത് കേരള ഹു കുഡ് ഹാൻഡിൽ ഓൾ ദി മീഡിയ. ഓൾറെഡി വി വർ ഡൂയിങ് പ്രിൻറ്റ്, ടെലിവിഷൻ, റേഡിയോ. ബട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഡിജിറ്റലും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അന്ന് ഡിജിറ്റൽ ഏജൻസീസ് വന്ന് തുടങ്ങുന്ന സമയം, ഇപ്പോൾ അത്ര ഏജൻസികളൊന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഓൾഡ് സ്കൂൾ ഓർ കൺവെൻഷണൽ ഏജൻസി ഹൂസ് ഏബിൾ ടു അഡാപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ചിലപ്പം നമ്മുടെ കൂടെയുള്ള പല പിയേഴ്സും ആ റേസിൽ ഇന്നിപ്പോൾ ഇല്ലാത്തത് ആ കറക്റ്റ് സമയത്ത് ആ അഡാപ്റ്റിംഗ് എന്നുള്ളൊരു വിൻഡോ മിസ് ചെയ്ത് കൊണ്ടായിരിക്കും. ഇന്നും അത് റെലവൻ്റ് ആണ്. ഇപ്പം അടുത്ത ടെക്നോളജി ഇപ്പോൾ വരികയാണ്. അപ്പോൾ ആ ടെക്നോളജി നമ്മളിപ്പോഴേ പഠിക്കാൻ തയ്യാറായി അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നിന്നില്ലെങ്കിൽ വി വിൽ സ്ലോലി ലൂസ് ഔട്ട് ഓൺ ദിസ് റേസ്. സോ ദിസ് വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ്. ആ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഷൂസ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഐ കുഡ് ലേൺ എ ന്യൂ സ്കിൽ ഓർ ഐ കുഡ് അഡാപ്റ്റ് മൈസെൽഫ് ടു ദ ന്യൂ മാർക്കറ്റ്. അത് വാട്ട് യുവർ ഫാദർ ഡിഡ് അറ്റ് ഹിസ് സ്റ്റേജ്. പുള്ളി തുടങ്ങിയ സമയത്ത് എങ്ങനെയാണോ പുതിയൊരു ട്രെൻഡിലേക്ക് പുള്ളി വന്നത്, അതുപോലെ യു ആർ ഏബിൾ ടു അപ്സ്കിൽ യു ആൻഡ് യുവർ ടീം ടു ഇറ്റ്. സോ യാ, ദാറ്റ്സ് ലൈക്ക് അഗെയിൻ ലെഗസി നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാണല്ലോ അല്ലേ. ഫോർ യു ആൻഡ് ശ്രവ്യ ഇൻ യുവർ ജേർണി എന്തായിരുന്നു ഒരു വൺ ടേണിംഗ് പോയിന്റ് സോർട്ട് ഓഫ് വർക്കോ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ്, വാട്ട് വുഡ് യു നോ സേ? Okay, turning point, maybe I don't know if there is one turning point because I've been grateful to a lot of people who gave me an opportunity. Ippam one example would be ഈ പറയുന്ന പോലെ 2015 to 17 എന്ന് പറയുന്ന ആ പീരിയഡ് വാസ് വേർ ഐ പിച്ച്ഡ് ദ മാക്സിമം നമ്പർ ഓഫ് ന്യൂ അക്കൗണ്ട്സ്. പക്ഷേ അന്നൊക്കെ നമ്മൾ ഈ ഒരുപാട് പിച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് അതായത് ദ ഡെക്ക് വാസ് ഗ്രേറ്റ് അല്ലെങ്കിൽ മൈ ഐഡിയാസ് വെർ ഗ്രേറ്റ്, സ്ട്രാറ്റജി വാസ് ഓൾ നൈസ്, എല്ലാം കൊള്ളാം, പ്രസൻറ്റേഷനും നല്ലതായിരുന്നു. അതൊക്കെ ഏജൻസീസ് ക്ലയൻറ്റ് പറയുമായിരുന്നു നല്ല പ്രസൻറ്റേഷനാണ്, ഇറ്റ്സ് ഓൾ ഗുഡ് നൈസ്. പക്ഷേ ഫൈനലി നമുക്ക് കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യുന്ന സമയത്തുമ്പോഴേക്കും നമുക്ക് കിട്ടില്ല, വേറെ ഒരു ഏജൻസിക്കാണ് പോകുന്നത്. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ആയപ്പോഴേക്കും എനിക്കത് ഭയങ്കര ഒരു ഡിമോറലൈസിങ് ആയി ഈ പറയുന്നത്. പക്ഷേ എഫേർട്ട് ഇടുക എന്നുള്ള രീതി നമ്മൾ പിന്നെയും ട്രൈ ചെയ്യാം. ഒരു തവണ ഒരു ക്ലയൻറ്റിന് ഈ പറഞ്ഞ പോലെ എല്ലാം ക്ലയൻറ്റ് സൈഡിൽ ദ കീ ഡിസിഷൻ മേക്കർ വാസ് ദി MD. അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് വാസ് ദ പ്രസൻറ്റേഷൻ. ഞങ്ങളെ സംസാരിച്ചെല്ലാം പുള്ളിയായിരുന്നു, POC അദ്ദേഹമായിരുന്നു. എല്ലാം കഴിഞ്ഞ അവസാനം ഈ ഒരൊറ്റ MDയുടെ ഒരൊറ്റ ഇതും കൂടെ അപ്രൂവലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ദ പ്രോജക്റ്റ് ഇസ് യുവേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി വെർബലി എനിക്കൊരു വാക്ക് തന്നു. അത്രയും അവർ ഇംപ്രസ്ഡ് ആയി. പക്ഷേ അഗെയിൻ ഈ പറഞ്ഞ അവസാനം പ്രോജക്റ്റ് എനിക്കല്ല വേറൊരു ഏജൻസിക്ക് അവാർഡ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, വീണ്ടും പഴയ കഥ. പക്ഷേ
ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് ആസ്കിങ് ദിസ് പേഴ്സൺ അറ്റ്ലീസ്റ്റ് പുള്ളി വെർബലി ഒരു വേർഡ് തന്ന, ഒരു ഹോപ്പ് തന്നാണല്ലോ, വേർഡ് എന്ന് പറയുന്നത് ഒരു ഹോപ്പ് തന്ന. ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാർ എന്താ സാർ, പിന്നെ സാർ അങ്ങനെയല്ലേ അന്ന് നമുക്ക് കിട്ടും എന്നല്ലേ പറഞ്ഞ്, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ് പാർത്ഥൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. ഒന്ന്, നമ്മുടെ MD എന്നോട് ചോദിച്ചത് ഈ പുള്ളിയുടെ ലാസ്റ്റ് വർക്ക് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ എന്താണ്, ഇതിലെ കൂടുതൽ വർക്കും പാർത്ഥൻ്റെ ഫാദർ ചെയ്ത വർക്കുകളാണ്. നിങ്ങൾ ചെയ്ത വർക്കുണ്ട്, പക്ഷേ ഈ പറയുന്ന പോലെ വലിയൊരു റെപ്യൂട്ടഡ് ബ്രാൻഡ് റീസെൻ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 6 മാസത്തിൻ്റെ അകത്ത് ലാസ്റ്റ് ചെയ്ത ബ്രാൻഡ് ഏതാ, കഴിഞ്ഞ 6 മാസത്തിനകത്ത് എത്ര പ്രോജക്റ്റ് ചെയ്തു, ഈ 2 ചോദ്യങ്ങളാണ് MD ചോദിച്ചത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇത് രണ്ടിനും സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ് എനിക്ക് നിങ്ങളെപ്പറ്റി പറയാൻ എനിക്ക് ഉണ്ടായില്ല. സോ ദീസ് വർ ദ 2 ഇഷ്യൂസ്. അതർവൈസ് യുവർ ഡെക്ക് വാസ് ഇൻ ഫാക്ട് ബെറ്റർ ദാൻ ദി അതേഴ്സ്. അപ്പോൾ ഇതൊരു ഭയങ്കര വേക്കപ്പ് കോളായിരുന്നു. ഇപ്പം ആദ്യം ഭയങ്കര വിഷമമാണ് തോന്നിയത്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് കൊച്ചിയിലായിരുന്നു. സോ ഓൺ ദ വേ ബാക്ക് ഐ വാസ് തിങ്കിങ് അബൌട്ട് ദിസ്. ഈ പറഞ്ഞ പോലെ ഹൗ ഡു ഐ ബ്രേക്ക് ദിസ്. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളുടെ ഓപ്പർച്യൂണിറ്റി തരണമല്ലോ, എന്നാലല്ലേ നമുക്ക് വർക്ക് വരുള്ളൂ. എന്നാൽ വർക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് വർക്ക് കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ. സോ ഭയങ്കര ഒരു ഹെൽപ്ലെസ് ഒരു അവസ്ഥയായിരുന്നു, നമുക്ക് വിഷമം വരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അഗെയിൻ ഐ കെയിം ബാക്ക് ആൻഡ് അഗെയിൻ ഈ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും എന്നല്ലേ പറഞ്ഞു. നമുക്ക് വീണ്ടും നമ്മൾ ശ്രമം തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. ആക്ച്വലി അതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ്. ഒരു ഇൻ്റർനാഷണൽ വിമൻസ് ഡേക്ക് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട്, ഷീസ് എൻ ഇൻഫ്ലുവൻസർ. സോ പുള്ളിക്കാരിയുടെ ഒരു ഇൻസിസ്റ്റൻസിൽ അവരുടെ പേജിലൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ചെയ്തു കൊടുത്തു. പൈസയൊന്നുമില്ല, ഷീ ഓൺലി ഫണ്ടഡ് ചെറിയൊരു പൈസ. ഞങ്ങൾ ശമ്പളമൊന്നും മേടിച്ചില്ല, ഒരു ചെറിയൊരു ആശയം ചെയ്തു കൊടുത്തു. ദിസ് വാസ് എ യൂട്യൂബ് കോണ്ടൻറ്റ്, ഒരു വേറെ കൊമേഴ്ഷ്യൽ കണ്ടൻറ്റ് അല്ല, യൂട്യൂബിലിടാനുള്ള കണ്ടൻറ്റ്. 2017 ബട്ട് ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്നെ ഒരു ക്ലയൻറ്റ് വിളിച്ചു. എന്നിട്ട് നിങ്ങളാണോ അത് ചെയ്തതെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഞാൻ സ്റ്റാറ്റസ് എവിടെ ഷെയർ ചെയ്യുന്നത് ചെയ്തപ്പം ഇത് നിങ്ങളാണോ ചെയ്തതെന്ന് വെച്ച് വിളിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു, നമുക്കൊരു ആഡ് ഫിലിം റിക്വയർമെൻ്റ് ഉണ്ട്, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഹീ കോൾസ് മീ. ഐ ഗോ ആൻഡ് മീറ്റ് ഹിം ആൻഡ് ഐ ടോക്ക് സെറ്റ് വിത്ത് ഹിം. ആൻഡ് ദെൻ ഒരു കോൺസെപ്റ്റ് തരൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചാണ്, ആക്ച്വലി റെപ്യൂട്ടഡ് ബ്രാൻഡാണ്, അവരുടെ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ചാണ്. അങ്ങനെ ഞാൻ കോൺസെപ്റ്റ് എഴുതി കൊടുത്തു. 3 കോൺസെപ്റ്റ്സ് കൊടുത്തു. ആക്ച്വലി ഒരു കോൺസെപ്റ്റ് അപ്രൂവ് ആവുള്ളൂ, 3 ഓപ്ഷൻസ് ഞാൻ കൊടുത്തു. അവർക്ക് 3 ഇഷ്ടപ്പെട്ടു. നമുക്ക് 3 ചെയ്യാമെന്ന് പറഞ്ഞ് എനിക്ക് 3 ആഡ് ഫിലിംസിൻ്റെ ഒരു കോൺട്രാക്റ്റ് തന്നു. ദാറ്റ് ഇസ് പങ്കജ് ഓസ്വാരി ആൻഡ് മിസ്റ്റർ അരുൺ ഇസ് ദി കീ പേഴ്സൺ. അപ്പോൾ അദ്ദേഹം ആണ് എനിക്ക് ആ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു മേ ബി ഒരു ആദ്യത്തെ ഒരു മേജർ ബ്രാൻഡ്. ഇപ്പം അന്നൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും പങ്കജ് ഓസ്വാരി വാസ് എ വെരി ആക്റ്റീവ് അഡ്വൈസർ ഓൾസോ. ഇന്നിപ്പോൾ മേജർ ബ്രാൻഡാണ്, പക്ഷേ അന്ന് ഒരുപാട് വിസിബിലിറ്റി നമുക്ക് ടെലിവിഷനിലൊക്കെ ഇഷ്ടംപോലെ ആഡ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ആ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗുണമെന്ന് വെച്ചാൽ എല്ലാ TV ചാനലിലെയും എല്ലാ ബ്രേക്കിലും ഈ ആഡുണ്ട്, ഈ ആഡ് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ദ നെക്സ്റ്റ് ടൈം ഐ പിച്ച്ഡ് ടു എ ക്ലയൻറ്റ്, എൻ്റെ പോർട്ട്ഫോളിയോ ലേറ്റസ്റ്റ് ആഡ് എന്ന് പറഞ്ഞാൽ പങ്കജ് ഓസ്വാരിയാണ്, വിച്ച് ഇസ് എ വെരി റെപ്യൂട്ടഡ് ബ്രാൻഡ്. നമ്പർ 2, ഇത് എപ്പോൾ ചെയ്തു എന്ന് വെച്ചാൽ ഇന്ന് ആ ഉച്ചയ്ക്ക് TV വന്ന് പോയി അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പത്തെ ബ്രേക്കിലും ഈ ആഡ് പ്ലേ ചെയ്തേ കറൻ്റ്ലി റണ്ണിങ് വെരി ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ആ ഒരു ആഡിൻ്റെ ഒരു വിസിബിലിറ്റി ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു മൈ നെക്സ്റ്റ് പ്രോജക്റ്റ് വിച്ച് ഇസ് അഗൈൻ എ കോസ്മെറ്റിക് ബ്രാൻഡ്. ഇത് കണ്ടാണ് അവരെന്നെ വിളിക്കുന്നത്, ഇതാരാ ചെയ്തതെന്നുള്ള അന്വേഷിച്ചിട്ട് വിളിച്ചു. ആൻഡ് ദെൻ ഫ്രം ദെയർ ഐ ഗോട്ട് മൈ തേർഡ് കോൾ വിച്ച് ഐ ഗോട്ട് ഇൻ ടു ഭീമ, വിച്ച് ഈസ് വൺ ഓഫ് മൈ പ്രസ്റ്റീജിയസ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു വിസിബിലിറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒന്നിനാണ്. അപ്പം പക്ഷേ സിൻസ് യു ആസ്ക്ഡ് അബൌട്ട് ദാറ്റ് അറ്റ് വൺ ബിഗ് ബ്രേക്ക്, ഈ ഒരു എൻ്റെ ഒരു ആഡ് ഫിലിം മേക്കിംഗ് കരിയറിൽ ഐ തിങ്ക് പങ്കജ് ഓസ്വാരി വാസ് എ ബിഗ് ഗെയിം ചേഞ്ചർ. ആൻഡ് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് അദ്ദേഹം ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോഴാണ്. ആൻഡ് ആ ഷോർട്ട് ഫിലിം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി തന്ന വ്യക്തിയോട് വേണം ശരിക്കും പറഞ്ഞൊരു നന്ദി പറയാം. അല്ലെങ്കിൽ ആ ഒരു ഇതാണ് പീപ്പിൾ വൺ പേഴ്സൺ ഹെൽപ്പിംഗ് മീ, അതൊരു ചെയിനാണ്. ഈ പറഞ്ഞ പോലെ ഒരു റെഫറൽ ചെയിനാണ്. അപ്പോൾ അതിനകത്ത് ഈ 1-2 ബ്രാൻഡുകളോട് ഒരുപാട് നന്ദിയാണ്. ബിക്കോസ് ആ ഒരു റട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ദേ ഹാഡ് ഗിവൺ മീ ആൻ ഓപ്പർച്യൂണിറ്റി. റൈറ്റ് തിങ്സ് ഹാപ്പൻ ടു റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് വളരെ വിസിബിൾ ആയിരുന്നു ആ സമയത്ത്. Of course. And Parthen, out of script, I need to ask you this. ഇപ്പോൾ ഫാദർ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ടാഗ് ലൈൻസ്, ഇപ്പോൾ ഞാനൊക്കെ 90s കിഡ്സാണ്, അപ്പോൾ നമ്മളെല്ലാം ഇപ്പോഴും പറയുന്നൊരു സാധനമാണ്. ഇപ്പം കലണ്ടർ മനോരമ തന്നെ ഉള്ള ഡയലോഗ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ പാർത്ഥൻ്റെ ഫേവറേറ്റ്, പാർത്ഥൻ്റെ ടൈം ലൈനിൽ പാർത്ഥൻ ക്രിയേറ്റ് ചെയ്ത യുവർ ഫേവറേറ്റ് ടാഗ് ലൈൻ എന്താണ്? എൻ്റെ ഫേവറേറ്റ് ടാഗ് ലൈൻ, ഓക്കെ, ഞാൻ അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ഇന്നലെ അറിഞ്ഞൊരു കാര്യമാണ്. ഞാനൊരു മോഡൽ, ഒരു കുട്ടി, ഷീ ഹാഡ് സെൻഡ് ഹർ പ്രൊഫൈൽ. അപ്പം നോക്കുമ്പോഴേക്കും കുറേ വർക്ക്സ് കുട്ടി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് ബേസ്ഡ് ഇൻ കൊച്ചിൻ, ബട്ട് ഷീ ഈസ് ഡൺ വർക്ക് അക്രോസ് ഇന്ത്യ. അപ്പോൾ പ്രൊഫൈൽ അയച്ച് സമയത്ത് നോക്കുമ്പോഴേക്കും ആ കൂട്ടത്തിൽ വൺ ഓഫ് ഹർ വർക്ക്സ് ഗോട്ട് ഫീച്ചർഡ് ഇൻ വോഗ്. അപ്പം പുള്ളിക്കാരി ഭയങ്കര സ്പെഷ്യലായിരുന്നു, സാർ ഇതെനിക്ക് വോഗിൽ ഫീച്ചറായ വർക്കാണെന്നും പറഞ്ഞ് അയച്ചു.
ഞാൻ നോക്കുമ്പോഴേക്കും ദാറ്റ് മോഡൽ ആ വോഗിൽ ഫീച്ചറായ വർക്ക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സാരി ഒരു അറ്റയർ ഇട്ടിട്ടാണ്. ആ അറ്റയർ ശരിക്കും പറഞ്ഞാൽ ഞാൻ റീബ്രാൻഡ് ചെയ്ത ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ബ്രാൻഡ് ഓണറും പറഞ്ഞില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം ആ ബ്രാൻഡിൻ്റെ റീബ്രാൻഡിങ്ങും ചെയ്ത് അതിൻ്റെ ടാഗ് ലൈനും എഴുതിയത് ഞാനാണ്. ദ ടാഗ് ലൈൻ ഗോസ് ലൈക്ക് ദിസ്: അറൈസ്, അവേക്ക് ആൻഡ് അമേസ് എന്നുള്ളതായിരുന്നു. അനോമ എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. ആൻഡ് ടു ഹാവ് എ വർക്ക് ദാറ്റ് ഐ പേഴ്സണലി റീബ്രാൻഡ്, ഞാൻ എഴുതിയ വാചകമാണ് ടു ബി ഫീച്ചേർഡ് ഇൻ സംതിങ് ലൈക്ക് വോഗ് വാസ് ലൈക്ക് സംതിങ് അമേസിങ്. ഇന്നലെ ഞാൻ കണ്ടൊരു കാര്യമാണ്. സിൻസ് യു ആസ്ക് മീ, ഐ തിങ്ക് ഐ ഹാവ് ടു ടെൽ ദാറ്റ് ഫസ്റ്റ്. പിന്നെ റീസെൻ്റായിട്ട് നടന്നൊരു ബ്രാൻഡിങ് സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് അഗപ്പെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റീബ്രാൻഡിങ് സ്റ്റോറിയാണ്. അതൊരു ടാഗ് ലൈൻ അല്ല, വളരെ ചെറിയൊരു കോൺട്രിബ്യൂഷനാണ്. പക്ഷേ ആ ബ്രാൻഡിൻ്റെ ഫേസിൽ, ഐ മീൻ ന്യൂ ഫേസിൽ അതിനൊരു വലിയൊരു സ്ഥാനമുണ്ട്. സോ ദ ലോഗോ വാസ് ഡൺ ബൈ അനദർ ഡിസൈനർ, ഞാനല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഫൈനലി ആ ലോഗോയുടെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ ഒരു കെയറിൻ്റെ ഒരു എലമെൻറ്റും കൂടെ ആ ലോഗോയിൽ, ആ ബ്രാൻഡിങ്ങിൽ വേണം എന്ന് ക്ലയൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് എന്തോ ഒരു മിസ്സിങ്. അത് എൻ്റെ CEO ആയിട്ട് ഞാൻ മാമുമായിട്ട് പേഴ്സണലി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മാം പറഞ്ഞത് സംതിങ് മിസ്സിങ്. ആ കെയർ എലമെൻറ്റ് നമ്മൾ എങ്ങനെ കൊണ്ടുവരും? ഇറ്റ് ഹാസ് ടു ബി ദെയർ ഇൻ ദ ലോഗോ അറ്റ് ദ സെയിം ടൈം ഇറ്റ് കനോട്ട് ബി സംതിങ് വെരി ഡിഫറെൻറ്റ് ആൻഡ് സെപ്പറേറ്റ്, മാറി നിന്ന് അങ്ങനെ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഗോ വിത്ത് ദ ലോഗോ, വിത്ത് ദ വേർഡ്, വിത്ത് ദ നെയിം. ഒരു വേർഡ് മാർക്ക് ലോഗോ ആയിരുന്നു. സോ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ മാം, വി ആർ സിറ്റിംഗ് 1-to-1. ഞാൻ എൻ്റെ നോട്ട് പാഡിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞാൻ ആ പേര് എഴുതിയിട്ട്, ഞാൻ ആ നെയിം അഗപ്പേന്ന് എഴുതിയിട്ട്, ഞാൻ എൻ്റെ പേന വെച്ച് ആ എയുടെ നടുക്കൊരു കുത്തിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാം ദിസ് ഇസ് ദറ്റ് കെയർ എലമെൻറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു. ആൻഡ് ടുഡേ ദാറ്റ് ഈസ് ദ കെയർ എലമെൻറ്റ്. അല്ലെങ്കിൽ അഗപ്പയുടെ പുതിയ ബ്രാൻഡിൻ്റെ ഫേസിൽ എയുടെ നടുക്കൊരു ഡ്രെഡ് ഡോട്ട് ഉണ്ട്. സോ ദാറ്റ് ഡോട്ട് വാസ് മൈ കോൺട്രിബ്യൂഷൻ. ഈസ് ദാറ്റ് വാട്ട് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ് എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി ആ റൈറ്റ് ടൈമിൽ ഇറ്റ് കെയിം ടു മീ. ആൻഡ് ഇറ്റ് വാസ് വെരി മൊമെൻ്ററി. ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. പക്ഷേ ദാറ്റ് വാസ് എ വെരി റീസെൻറ്റ് സക്സസ് സ്റ്റോറി. ദേ ജസ്റ്റ് റീലോഞ്ച്ഡ് ഓൺ ദ 24th of Jan. ആൻഡ് വെൻ ഐ സീ ദാറ്റ് ന്യൂ ഫേസ്, നമ്മുടെ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടെന്നുള്ളതൊരു, അത് ലൈഫ് ലോങ് ഞാൻ പോയാലും അത് മെമ്മറി അവിടെ എപ്പോഴും ഉണ്ട്. You didn't have to do it, but you did it, and I caught you, and they went ahead with They it. went ahead with it. Immediately അത് അപ്രൂവ്ഡ് ആയി ആ സാധനം. അപ്പം പാർത്ഥൻ, പ്രൊഫഷണലി യു ലേൺ ഫിലിം മേക്കിംഗ് അല്ലേ? അത് ശ്രവ്യയുടെ ഒരു ജേർണി അതിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? റൈറ്റ്. ഇപ്പം അച്ഛൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അച്ഛൻ ഒരു സെൽഫ് ടോട്ട് ആഡ് ഫിലിം മേക്കർ ആയിരുന്നു. അച്ഛൻ സ്വന്തമായിട്ടാണ് ഇത് പഠിക്കുന്നത്. ഈ ഫിലിം മേക്കിംഗ് ടെക്നീക്സ് പഠിക്കുന്നത് സ്വന്തമായിട്ടാണ്, ചെയ്താണ് പഠിക്കുന്നത്. ആദ്യം ചെയ്ത ആഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ആഡാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛന് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാം, അച്ഛൻ ഒരു കോൺസെപ്റ്റ് നോട്ട് എഴുതാൻ അറിയാം. അതിനപ്പുറത്തേക്ക് വേറൊന്നും പുള്ളിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി തന്നെ ചിത്രാഞ്ജലിയിലും ദൂരദർശനിലും ഒക്കെ ഉള്ള ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ഹെൽപ്പ് എടുത്തും അഡ്വൈസ് എടുത്തും ഒക്കെയാണ് ചെയ്തത്. ബട്ട് വെൻ ഇറ്റ് കെയിം ടു മീ, ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഗോ ടു ഫിലിം സ്കൂൾ. ഐ കുഡ് ലേൺ ദ ട്രേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഫോം ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിമിന് രണ്ട് ഭാഗമുണ്ടെന്ന് പറയുന്നത്. ദെർസ് എ ഫോം ആൻഡ് ദെർസ് എ ഫങ്ഷൻ. അപ്പം ഈ പറയുന്ന ഫോം എന്ന് പറയുന്ന ഭാഗം, ഹൗ ഇറ്റ് അപ്പിയേഴ്സ്, ഹൗ ദ ഷോട്ട് ഇസ് പാക്കേജ്ഡ്, ഹൗ the music is arranged, how the lighting is kept, everything adds to the form. മറ്റേത് ഫങ്ഷൻ അഥവാ കോണ്ടൻറ്റാണ്. അപ്പോൾ ഈ കോണ്ടൻറ്റ് ഭാഗത്തിന് നമ്മളെപ്പോഴും ഞാൻ വരുന്നത് വരെ കോണ്ടൻറ്റിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. ഫോം വാസ് എന്താ പറയുക, കോംപ്രമൈസ് എന്ന് പറയണ്ട, ബട്ട് ഫോം വാസ് ജസ്റ്റ് നോർമൽ. എങ്ങനെയാണ് ഒരു കഥ പറയേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു, ഒരു 2 ഷോട്ട് വെച്ചേ നമുക്ക് രണ്ടുപേരും കിട്ടും. നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കണ്ടൻറ്റിലാണ് ഇവിടെ ഫോക്കസ്. ഫോമിൽ പ്രത്യേകിച്ച് അഡീഷൻസ് ഇല്ല. ബട്ട് ഫോം ടേക്സ് സെൻറ്റർ സ്റ്റേജ് വെൻ വി ആക്ച്വലി ട്രൈ ടു ബ്രിങ് സം എസ്തെറ്റിക്സ് ഇൻ ടു ദ വേ ഇറ്റ് ഇസ് പ്രസൻറ്റ്. That makes a huge difference when it comes to advertising. Because advertising ചെറുതാണ്, 10 സെക്കൻഡിലോ 20 സെക്കൻഡിലോ നമ്മളൊരു ആശയം കാണിക്കുകയാണ്. അപ്പോൾ ആശയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കണ്ടൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടൻറ്റ് ഡയലൂഷൻ ഷുഡൻറ്റ് ബി ദെയർ ബിക്കോസ് ഇറ്റ് ഹാസ് ടു കൺവേ. അറ്റ് സെയിം ടൈം ഇറ്റ് ഹാസ് ടു ലുക്ക് എസ്തെറ്റിക്. ഇപ്പം നമ്മൾ ലിറിലിൻ്റെ പരസ്യങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും. ലിറിൽ ഗേൾസ് ആ മോഡൽസിനെ പറ്റി നമ്മൾ എപ്പോഴും ബിക്കോസ് ലിറിൽ ആഡ്സ് ഭയങ്കര ഡൈനാമിക് ആയിരുന്നു. വെള്ളച്ചാട്ടവും അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയും, അത് ഭയങ്കര എപ്പോഴും നമ്മുടെ മനസ്സിൽ 90s കിഡ്സ് പ്രത്യേകിച്ച് വിവിഡാണ്, ഭയങ്കര ഫ്രഷ് ഫീലാണ് ലിറിലിൻ്റെ പരസ്യം കാണുന്നത്. ബട്ട് അത് എന്തുകൊണ്ട് നമ്മളിപ്പോഴും ഓർക്കുന്നു വെച്ചാൽ ഇറ്റ് വാസ് വെരി വിവിഡ്ലി ടേക്കൺ. അതിൻ്റെ ഫോം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഡിഫറൻസ് ഇൻ ദ മേക്കിംഗ് പാർട്ട് ഓർ ദ ക്രാഫ്റ്റ് ഓഫ് ദ മേക്കിംഗ് എന്നുള്ളത് കൂടുതലൊരു അറ്റൻഷൻ കൊണ്ടുവരണം എന്നുള്ളത് മേ ബി ഞാൻ വന്നതിന് ശേഷം നമ്മളെടുത്തൊരു ഡിസിഷനായിരുന്നു. ബിക്കോസ് അച്ഛൻ വാസ് നോട്ട് എ ഫിലിം മേക്കർ, ഹി വാസ് എ കമ്മ്യൂണിക്കേഷൻ പേഴ്സൺ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതായിരുന്നു പുള്ളിയുടെ അറ്റൻഷൻ. ആൻഡ് അതിൽ ഹി വാസ് സക്സസ്ഫുൾ.
ബട്ട് ആ ഫോമും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും കൂടെ എസ്തെറ്റിക് ആവണം, കുറച്ചുകൂടെ അതിൻ്റെ ബ്യൂട്ടിയും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ആസ്പെക്റ്റ് കൊണ്ടുവരുന്നത് മേ ബി ദാറ്റ് ഇസ് വൺ ഡിഫറൻസ് ദാറ്റ് ഐ ബ്രോട്ട് ഇൻ. അറ്റ് ദ സെയിം ടൈം നോട്ട് ഡയല്യൂട്ടിങ് ദ മെസ്സേജ്. ബിക്കോസ് ക്ലയൻറ്റിൻ്റെ മെസ്സേജ് ഈ 5 സെക്കൻഡിലാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആവണം, 10 സെക്കൻഡിലാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആവണം. 1 മിനിറ്റ് കിട്ടിയാലും നമ്മൾ വലിച്ചു നീട്ടാതെ ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ഈ പറയുന്ന പോലെ ദ ആഡ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് ലെസ് ലൈക്ക് ആൻ ആഡ് ആൻഡ് മോർ ലൈക്ക് എ ഫിക്ഷണൽ കോണ്ടൻറ്റ് ഓർ എ ഫിലിം ഓർ ആ ഒരു കുറച്ചുകൂടി ഒരു ഫിക്ഷണൽ രീതിയിലോട്ട് ആ നെറേറ്റീവിനെ മാറ്റുക എന്നുള്ളതായിരുന്നു ഞാൻ വന്നപ്പം ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യം. ഇപ്പോഴും നമ്മുടെ ഓരോ കണ്ടന്റും ഇപ്പം ഡിജിറ്റൽ ഇറ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇപ്പോൾ ആഡ് കാണുന്നത് കൂടുതലും വെർട്ടിക്കലിയാണ് ആഡ് കാണുന്നത്, നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ട്യൂണ്ട്. പക്ഷേ അപ്പോൾ റീല് പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫിക്ഷണൽ കണ്ടൻറ്റ് പോലെ ഫൺ കണ്ടൻറ്റ് പോലെ തോന്നിക്കുന്ന ആഡ്സിലേക്കും ഇൻറ്റഗ്രേറ്റഡ് കോണ്ടൻറ്റിലോട്ടാണ് ഇപ്പോൾ നമ്മൾ മാറിയിരിക്കുന്നത്. ആഡ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പോലും പ്രേക്ഷകന് തോന്നാൻ പാടില്ല, അറിയാതെ തന്നെ അവരത് അസിമുലേറ്റ് ചെയ്യണം ഇത് ആഡാണെന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച്. എന്നാൽ മാത്രമേ ഓഡിയൻസ് ആദ്യത്തെ ആ ഒരു 5 സെക്കൻഡ് ഹുക്കിംഗ് പീരീഡ് കഴിഞ്ഞ് കണ്ടൻറ്റ് കാണണമെങ്കിൽ ഇത് ആഡല്ല, ആഡാണെങ്കിൽ അപ്പോൾ തന്നെ അവരത് സ്കിപ്പ് ചെയ്യും, അവർക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ആഡല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് വരുമ്പോഴേക്കും ദി ആഡ് ഷുഡ് ലുക്ക് വെരി മച്ച് അൺലൈക്ക് ആൻ ആഡ്. സോ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ആൻ ആഡ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂടുതൽ അറ്റൻഷൻ ഞാൻ കൊടുക്കുന്നത് ഹൗ ടു മേക്ക് മൈ ആഡ്സ് ലെസ് ലുക്കിംഗ് ലൈക്ക് ആൻ ആഡ് എന്നുള്ളതിൽ ആ ഒരു ജേർണിയിലാണ് ഇപ്പം ഞാനുള്ളത്. റൈറ്റ്. അതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ടി വി ആഡ്സ് ഉണ്ട്. ടി വി ആഡ്സ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ആൾക്കാർ കാണുന്നു, സ്കിപ്പ് ചെയ്ത് പോകാതെ അവർ ആ ലൈക്ക് യു സെഡ് അത് കറക്റ്റ് ഫോമിലാണെങ്കിലാണ് ദേ വിൽ ഗെറ്റ് ഇമേഴ്സ്ഡ് ഇൻ ടു ഇറ്റ്. അതേസമയം വെൻ ഇറ്റ് കം ടു റീൽസ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന സമയത്ത് പീപ്പിൾ ടെൻ ടു സ്ക്രോൾ വെരി ഫാസ്റ്റ്. അപ്പോൾ ഇതിൽ രണ്ടിലും രണ്ട് രീതിയിലാണോ അഡ്വർടൈസ് ചെയ്യുന്നത്, അതോ ഡു യു പ്രിഫർ മേക്കിംഗ് സംതിങ് ദാറ്റ് വർക്ക്സ് ഫോർ ബോത്ത് ഓഫ് ദിസ്? ബേസിക്കലി പറഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം ഫോർമാറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ടി വി ഇപ്പോഴും നമുക്ക് ഹൊറിസോണ്ടലാണ്, അത് 16:9 എന്നൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മൾ ടി വി കാണുന്നത്. തിയേറ്ററിൽ നമ്മൾ സിമിലർ ഒരു ആസ്പെക്ട് ഹൊറിസോണ്ടൽ സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. പക്ഷെ മൊബൈൽ വരുമ്പോൾ വെർട്ടിക്കലിയാണ്, അതായത് നമ്മൾ അവിടെ വയ്ക്കുന്നൊരു ഫ്രെയിം നമുക്ക് മൊബൈലിൽ കിട്ടില്ല. ഇപ്പം നമുക്കൊരു വൈറ്റ് ഫ്രെയിം വെച്ചു, ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒരു ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു വെർട്ടിക്കൽ ഏരിയൽ ഷോട്ട് വെച്ചു. പക്ഷേ നമ്മളത് മൊബൈൽ സ്ക്രീനിൽ കാണുമ്പം അതിൻ്റെ പാതി സാധനങ്ങളും ഇല്ല, രണ്ട് സൈഡ് മുറിഞ്ഞു പോയി, നമ്മൾ നടുക്ക് കാണുന്നൊരു ചെറിയ വിൻഡോ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു റീഫ്രെയിം, വി ഹാവ് ടു റീഷൂട്ട്, മേക്ക് ഇറ്റ് ടു എ ഡിഫറെൻറ്റ് ആസ്പെക്ട് റേഷ്യോ. ഇല്ലെങ്കിൽ നമ്മൾ എസ്തെറ്റിക്സ് അവിടെ കട്ടാവും. ഇപ്പോൾ ഒരാളുടെ ഫേസ് ആണെങ്കിലും മുഖത്തൂടെ വര വീണ് കഴിഞ്ഞാൽ വൃത്തികേടാണ്. അപ്പോൾ എസ്തെറ്റിക്സ് വേറെ ആയതുകൊണ്ട് തന്നെ നമ്മൾ റീഫ്രെയിം ചെയ്ത് തന്നെ പോകണം. സെക്കൻഡ്ലി, ടെലിവിഷൻ കാണുമ്പോൾ ഉള്ള അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നതും നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോഴും നമുക്ക് പോലും രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പോൾ പാർവതി തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പം ഇരിക്കുന്ന മൈൻഡ് സെറ്റിലോ ഇരിക്കുന്ന പ്രിപ്പറേഷനിലോ അല്ല ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നത്. സെയിം പേഴ്സൺ ആണ്, വ്യത്യാസമില്ല, ആളിൽ വ്യത്യാസമില്ല, പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും വ്യത്യാസമുണ്ട്. സോ ഓഡിയൻസ് മാറുന്നില്ല, ഓഡിയൻസ് ഓരോ എന്താ പറയുക പ്ലാറ്റ്ഫോമിനോടുള്ള റെസ്പോൺസ് വേറെയാണ്. സോ ഡെഫിനറ്റ്ലി സ്ട്രാറ്റജി ഓൾസോ ഹാസ് ടു ബി ഡിഫറെൻറ്റ് ദോ ഇറ്റ് ഇസ് എ സെയിം പേഴ്സൺ. സോ അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ റീൽ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ അകത്തെ ഹുക്കുകളാണെങ്കിലും അതിൻ്റെ അകത്തെ ആക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും അതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ സിനാരിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ 5 സെക്കൻഡിനകത്ത് എന്താണോ സിനാരിയോ, ആ സിനാരിയോ എസ്റ്റാബ്ലിഷ്ഡ് ആവണം. ബ്രാൻഡ് റിവീൽ ആവണ്ട അല്ലെങ്കിൽ മെസ്സേജ് റിവീൽഡ് ആവണ്ട. പക്ഷേ ഇപ്പോൾ ഒരു സ്കൂളാണ്, അപ്പം ആദ്യം തന്നെ ടിങ് 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 ബെല്ലടിച്ചു, സൈലൻസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നെറേറ്റീവ് എസ്റ്റാബ്ലിഷ്ഡായി, കാണുന്ന ഓഡിയൻസ് മനസ്സിലായി ഓക്കെ സ്കൂളാണ്, ടീച്ചറുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ഓക്കെ ഇനി എന്താണ് വാട്ട് ഈസ് ഗോൺ ടു ഹാപ്പൻ എന്നുള്ള രീതിയിൽ അവർക്ക് അറ്റൻഷൻ കിട്ടി. അപ്പോൾ ആ ഇനിഷ്യൽ ഹുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പല ആങ്കർ റീൽസിലും കണ്ടിട്ടുണ്ട്, ദേ ഒന്ന് നിന്നേ ഇതൊന്ന് കണ്ടിട്ട് പോകൂ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എൻ ഇനിഷ്യൽ ഹുക്ക്, ഡു യു നോ. അപ്പം ദാറ്റ് ഈസ് കോൾഡ് എ ഹുക്ക്. ആ ഹുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ. ഒന്നുകിൽ അത് വിഷ്വലി വരണം, അല്ലെങ്കിൽ വെർബലി വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ നമ്മൾ ആ ഹുക്ക് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കഥ പറയാൻ. ലാർജ് ഫോമാറ്റിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഇരിക്കുന്ന ഓഡിയൻസ് അത് കാണാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ആഡ് നമ്മൾ കൂടുതൽ നേരം ഇരുന്ന് കാണും, ബിക്കോസ് 60 സെക്കൻഡിന് നമുക്ക് സമയമുണ്ട്. അവിടെ 30 സെക്കൻഡോ 60 സെക്കൻഡോ ഒക്കെ ഇട്ടാലും ആൾക്കാർ റിലാക്സ്ഡ് ആണ്. ടി വി കാണുമ്പോഴും പഴയ പോലെ ഇപ്പം ടെലിവിഷൻ ഓൾസോ ഐ റീസെൻ്റ്ലി ടോൾഡ് ഇൻ എൻ ഇൻ്റർവ്യൂ, ടെലിവിഷൻ ഈസ് നോ ലോnger എ മീഡിയം, ബിക്കോസ് ടെലിവിഷൻ ഈസ് നൗ എ ഡിവൈസ് വെയർ യു വാച്ച് യൂട്യൂബ് ഓർ യു വാച്ച് എ ഹോട്ട്സ്റ്റാർ ഓർ യു വാച്ച് എൻ OTT കണ്ടന്റ്. പണ്ട് നമ്മളൊക്കെ ചെറുപ്പം ടെലിവിഷൻ എന്ന് പറയുന്ന ചാനലാണ്. ഏഷ്യനെറ്റും സൂര്യയും കൈരളിയൊക്കെയാണ് നമുക്ക് ടെലിവിഷൻ ചാനൽ. രംഗോലിയൊക്കെ ആയിരുന്നു. അതെ, അല്ലെങ്കിൽ ദൂരദർശൻ, രംഗോലി, ചിത്രകാരം, നമുക്കറിയാം. വി ഐഡൻറ്റിഫൈ വിത്ത് പ്രോഗ്രാംസ്.
ഇപ്പം നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടോ ടി വി ഉണ്ട്, പക്ഷെ നമ്മുടെ മക്കൾ കാണുന്നത് അതിൻ്റെ അകത്ത് ഹോട്ട്സ്റ്റാറും നമ്മൾ പോലും നെറ്റ്ഫ്ലിക്സും ആമസോണുമാണ് കാണുന്നത്. നമ്മൾ ഏഷ്യനെറ്റ് ഇട്ട് കാണുന്നത് കുറവാണ്. അത് വേറെ ആരുടെയും കുഴപ്പമല്ല, അതൊരു റെവല്യൂഷനാണ്, അതൊരു ചേഞ്ച് ഇൻ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിവൈസിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കണ്ടൻറ്റിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും വി ആർ റെഡി ടു സ്പെൻഡ് മോർ ടൈം. ബിക്കോസ് ഒരു മൂവിയോ ഒരു സീരീസോ നമ്മളൊരു ലാർജർ പീരീഡ് ഓഫ് ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കുന്നത്. സോ അവിടെ നമുക്കൊരു ലോങ്ങർ ആഡ് ഇട്ടാലും കുഴപ്പമില്ല, അവിടെ അവോയ്ഡൻസ് ഇല്ല. പെട്ടെന്നൊരു ആഡ് വരുമ്പോൾ നമ്മൾ റിമോട്ടിന് തപ്പില്ല. ടെലിവിഷൻ നമ്മൾ കൂടുതൽ സ്കിപ്പ് ചെയ്യുമായിരുന്നു, ഇപ്പം നമുക്ക് അത്രയും സ്കിപ്പ് ചെയ്തത് ബിക്കോസ് ലോങ് ഫോമാറ്റ് കോണ്ടൻറ്റാണ് നമ്മൾ കാണുന്നത്, തിയേറ്ററിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും. ബട്ട് വേറാസ് ഓൺ എ മൊബൈൽ ഫോൺ ഇറ്റ്സ് ഷോർട്ട് ഫോമാറ്റ് കോണ്ടൻറ്റ്. ബിക്കോസ് വെൻ യു ആർ ഓൺ ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ് ഷോർട്സ് ആണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു തമ്പാണ് റിമോട്ട്. നമ്മളിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ക്ഷമയില്ല, അത്ര ക്ഷമയേ ഉള്ളൂ. നമുക്കൊരു 10 സെക്കൻഡൊക്കെ കിട്ടുന്നത് നല്ല കാര്യമാണ്, ഇറ്റ്സ് എ വിൻ ആക്ച്വലി. 10 സെക്കൻഡ്സ് പ്ലസ് അറ്റൻഷൻ കിട്ടുന്ന ഒരു വിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് കോണ്ടൻറ്റ് വിത്ത് ഹുക്സ്, ഐദർ എ humorous hook or a engaging hook or a verbal hook or a visual hook, something to hook and then make them watch എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി.